പ്രത്യേകിച്ച് ഒരു സൈഡിൽ ഇവർ ക്രൈസ്തവ സംഭാവനകളെ അവർ തമസ്കരിക്കുന്നു, അത് ബോധപൂർവം മറച്ചു വെക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഒരു സൈഡിൽ നിന്നും വരുന്നു. മറു സൈഡിൽ നാം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്, ചില വ്യക്തികളെ ഗ്ലോറിഫൈ ചെയ്യുന്നു, അവരുടെ ഇരുണ്ട ചരിത്രത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന, മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രവണത. ഒരു ഉദാഹരണം തന്നെ എടുക്കാം. നമ്മളിപ്പോൾ ഈ ഒരു ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്ന 2023 സെപ്റ്റംബർ 7 നാളെ സെപ്റ്റംബർ 8 പരിശുദ്ധാമ്മയുടെ ജനന തിരുനാൾ. ആ ജനന തിരുനാൾ ആഘോഷിക്കുവാനുള്ള അതിന്റെ ഒരു ചരിത്രമുണ്ട്. ടിപ്പുവിന്റെ ക്രൂരതയുടെ ഒരു ചരിത്രമുണ്ട്. നാമൊക്കെ പാഠപുസ്തകങ്ങളിൽ ടിപ്പുവിനെ വലിയ രീതിയിലുള്ള ഒരു ഗ്ലോറിഫൈ ചെയ്ത ഒരു ഫിഗർ ആയിട്ടാണ് പാഠപുസ്തകങ്ങളിൽ നാം പഠിക്കുന്നത്, ഇപ്പോഴും നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്തരം ചില അജണ്ടകൾ കൂടി നാം ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? ഈ വ്യക്തികളുടെ ഇരുണ്ട ചരിത്രം എന്തായിരുന്നു? ഇവർ ചെയ്ത കൊലപാതകങ്ങളുടെ ഒരു ചരിത്രം എന്തായിരുന്നു? അതൊക്കെ മറച്ചുവെക്കുന്നു, ഗ്ലോറിഫൈ ചെയ്യുന്നു. നമുക്ക് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാം, വാര്യംകുന്നനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമുക്കറിയാം. അതുകൂടി ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതല്ലേ ശ്രീ ജോസ് തളി? വളരെ ശരിയാണത്. ഇപ്പൊ നമ്മള് ശ്രദ്ധിക്കുന്ന മുഴുവൻ വടക്കേന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെ പറ്റിയാണല്ലോ. സംഘപരിവാരങ്ങളുടെ പീഡനങ്ങളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം തമസ്കരിക്കുന്ന മറ്റൊരു വശം എന്താണ്? ഇവിടെ മറ്റു ചില ആളുകൾ ഇപ്പൊ ടിപ്പു സുൽത്താന്റെ കാര്യം തന്നെ പറയുന്നു. 1784 ടിപ്പു സുൽത്താൻ മംഗലാപുരം ഉൾപ്പെട്ട കാനറ ജില്ല പിടിച്ചടക്കി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന്. പിന്നീടുണ്ടായ 15 കൊല്ലത്തെ നിഷ്ഠൂരമായ ക്രൈസ്തവ പീഡനത്തിന്റെ ചരിത്രം നമുക്ക് മറക്കാൻ പറ്റില്ല. 1784 60,000 ക്രൈസ്തവരെ മംഗലാപുരത്ത് നിന്ന്, എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാനറ ജില്ല, കാസർഗോഡ്, ബൽത്തങ്ങാടി തുടങ്ങിയ ഈ പ്രദേശത്ത് ഉൾപ്പെട്ട 60,000 ക്രൈസ്തവരെ തടവുകാരാക്കി, അവരുടെ എസ്റ്റേറ്റുകൾ പിടിച്ചടക്കി, അവരുടെ ഭൂമി എല്ലാം കൈക്കലാക്കി, 100 പള്ളികൾ തകർത്ത് അതിന്റെ കല്ലുപയോഗിച്ച് മുസ്ലിം പള്ളികൾ പണിത് ഈ 60,000 പേരെ പശ്ചിമഘട്ട പർവ്വത നിരകളിലൂടെ മൈസൂറിലേക്ക് 340 കിലോമീറ്റർ നടത്തിക്കൊണ്ടുപോയി ശ്രീരംഗപട്ടണത്തെ ടിപ്പുവിന്റെ തലസ്ഥാന നഗരത്തിന്റെ അധോ താവളങ്ങളിൽ ബന്ദികളാക്കിയിട്ടു 15 വർഷം. ആ 15 വർഷം അന്ന് 60,000 പേര് ഇവിടെ കൊണ്ടുപോയെങ്കിലും അവിടെ എത്തിയപ്പോ 20,000 പേരായിട്ട് 1799 ടിപ്പു മരിക്കുന്നത് വരെ ഈ പീഡനം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവർക്ക് മോചനം കിട്ടിയത്. അപ്പോ ലോകം അറിയുന്നില്ല, ആ ചരിത്രമൊന്നും ലോകം അറിയുന്നില്ല. പുതിയ തലമുറയൊന്നും ആ ചരിത്രമൊന്നും അധികം പഠിക്കുന്നില്ല, അത്തരത്തിലുള്ള ഇരുണ്ട ചരിത്രം. അതിന്റെ കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷം ഈ ടിപ്പുവിന്റെ ഒരു ആഘോഷം നടത്താൻ കർണാടക ഗവൺമെന്റ് പ്ലാൻ ഇട്ടപ്പോ തടഞ്ഞു. ഗവൺമെന്റ് തടഞ്ഞതിന്റെ അതിന്റെ പശ്ചാത്തലമൊക്കെ വേറെയാണ്, രാഷ്ട്രീയം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരും കുറ്റപ്പെടുത്താനല്ല, ചരിത്രം യഥാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ സത്യങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. ചരിത്രത്തെ സംസ്കരിക്കാൻ പറ്റില്ല നമുക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ചിലവരെ ഗ്ലോറിഫൈ ചെയ്യാൻ ചെയ്യുന്നു, ചിലവരെ സംസ്കരിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്.